എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും വെൽക്കം ടു വികെൻ നേഷണൽസ് അക്കാഡമി. സോ എന്താണ് ഈ പറഞ്ഞ എന്താണ് ഇന്ന് തിയറി ക്ലാസ്സോടൊപ്പം എല്ലാവരും ഇന്ന് തിയറി ക്ലാസ്സോടൊപ്പം ഓരോ സിസ്റ്റം വൈസും ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എക്സാം നോട്ടിഫിക്കേഷൻ മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന DME എക്സാം മുമ്പേ തന്നെ തിയറി പഠിക്കുമ്പോൾ ഓരോ സിസ്റ്റം വൈസിന്റെ തിയറി പഠിക്കുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് ആദ്യം തൊട്ട് കൊടുക്കുക. അല്ലാതെ നിങ്ങൾ കൂട്ടുകാർ പഠിക്കുന്നതായിരിക്കും ബാക്കിയുള്ളവർ പഠിക്കുന്നത് പോലെ ഏറ്റവും അവസാനം കൊണ്ടുവച്ച് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവച്ച് കുറെ ക്വസ്റ്റ്യൻ പഠിച്ച കാര്യമില്ല. ശരിയല്ലേ? ശരിയാണല്ലോ? ഏറ്റവും അവസാനം കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കുക, കുറെ തിയറി പഠിക്കുന്നു, കുറെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പഠിക്കുന്നു. ശരിയാണോ? തെറ്റായ കാര്യമാണ്, വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം ഈ ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ഈ വരുന്ന DME എക്സാം കഴിഞ്ഞാൽ വേറൊരു എക്സാം അടുത്തില്ല. അത് 2 വർഷത്തേക്ക് വേറൊരു എക്സാം ഇല്ല, അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം മുതൽ തന്നെ തിയറി പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏറ്റവും ഫസ്റ്റ് മുതലേ അറിയാമല്ലോ. സാധാരണ ഇത്രയും വർഷമായിട്ട് എല്ലാവരും തിയറിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ശരിയല്ലേ? കാരണം ഈ കഴിഞ്ഞ DHS കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ എല്ലാവർക്കും. കാരണം അത്രയും ക്വസ്റ്റ്യൻ നമ്മുടെ ഇവരുടെ ക്ലാസ്സിൽ ഉണ്ടായ കാരണം മനസ്സിലായല്ലോ. അതാണ് അവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് തിയറിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൊടുത്ത് വേണം പഠിക്കാനുള്ളത്. സോ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. OBGയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ പാർട്ട് 1 നോക്കാം. ശരിക്കും പറഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ വളരെ കുറച്ചും ആ ക്വസ്റ്റ്യന് ബന്ധപ്പെട്ട കാര്യം കൂടുതൽ പഠിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനും ആൻസറും അല്ല പഠിക്കേണ്ടത്, അല്ലേ? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിന്റെ ഒരു ആൻസർ മാത്രം പറഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും തന്നെ പഠിച്ചിരിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്നുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. OBG ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ. യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. സ്ക്രീനിൽ കാണുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചേ. എ വുമൺ ഹാവിംഗ് ഹെർ ഫസ്റ്റ് പ്രഗ്നൻസി അറ്റ് 30 years or above is called as. കേരള PSC എക്സാമിൽ പ്രീവിയസ് ചോദ്യമായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസി അറ്റ് 30 years അല്ലെങ്കിൽ above is called as. ഏജ്ഡ് മദർ ആണോ, ഓർ ഗ്രാവിഡ മദർ ആണോ, ഓർ ഓൾഡ് മദർ ആണോ, ഓർ എൽഡർലി പ്രൈമറി ഗ്രാവിഡ ആണോ? ചോദ്യം നന്നായിട്ട് വായിക്കുക, എല്ലാ ഓപ്ഷനും നോക്കുക. വായിക്കല്ലോ ആദ്യം. വായിച്ചോടെ എല്ലാരും? ഞാൻ സമയം തരുന്നുണ്ട്. ആൻസർ എന്തായിരിക്കും? ഏജ്ഡ് മദർ ആണോ, ഓർ ഗ്രാവിഡ മദർ ആണോ, ഓർ ഓൾഡ് മദർ ആണോ, ഓർ എൽഡർലി മദർ ആണോ? കേരള PSC പ്രീവിയസ് ചോദ്യമാണ്. എൽഡർലി പ്രൈമറി ഗ്രാവിഡ ആണോ? എൽഡർലി പ്രൈമറി ഗ്രാവിഡ ആണോ? ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദ്യമാണ്. എൽഡർലി പ്രൈമറി ഗ്രാവിഡ അല്ല ഉത്തരം വരുന്നത്. എ വുമൺ ഹാവിംഗ് ഹെർ ഫസ്റ്റ് പ്രഗ്നൻസി 30 years അല്ലെങ്കിൽ above is called. PSC എക്സാം ചോദ്യമായിരുന്നു. ഏജ്ഡ് മദർ ആണോ, ഓർ ഗ്രാവിഡ മദർ ആണോ, ഓർ ഓൾഡ് മദർ ആണോ, ഓർ എൽഡർലി പ്രൈമറി ഗ്രാവിഡ ആണോ? ഉത്തരം കിട്ടി. ഇനി അറിയണം ഇത് എന്തൊക്കെയാണ് സംഭവം, എന്തൊക്കെയാണ്? ആർക്ക് പറയാം എന്തൊക്കെയാണ്? എന്താ ഈ പറയുന്ന ഗ്രാവിഡ എന്ന് പറഞ്ഞ എന്താ? ആദ്യം അറിയേണ്ട കാര്യം, എല്ലാ ഓപ്ഷനും പഠിക്കണം. കാരണം നിങ്ങൾ മിക്ക പല ആൾക്കാർക്കും ഏറ്റവും ബേസിക് കാര്യം അറിവുണ്ടായിരിക്കും. ഏറ്റവും ബേസിക് ഞാൻ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ എന്റെ ഉദ്ദേശം പറയും ഏറ്റവും ബേസിക് കാര്യമെല്ലാം അറിഞ്ഞിരിക്കണം. ആദ്യം അറിയേണ്ട കാര്യം എന്താ ഈ പറഞ്ഞ ഗ്രാവിഡ എന്ന് പറഞ്ഞ എന്താ? ഗ്രാവിഡ നമ്മൾ ആരെയാ പറയുന്നത്? ആരെയായിരിക്കും ഗ്രാവിഡ എന്ന് പറയുന്നത്? പ്രഗ്നന്റ് വുമൺ അല്ലേ? ഫസ്റ്റ് ഉത്തരം അതായി. ഫസ്റ്റ് ചോദ്യം ഉത്തരം അതായി. ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ കാണുന്ന ഓപ്ഷൻസിൽ കാണുന്ന ഒരു വാക്കാണ് ഗ്രാവിഡ. ഗ്രാവിഡ എന്ന വാക്ക് അർത്ഥം എന്താ? എല്ലാം കാണുന്ന വാക്കാണ് പ്രൈമറി ഗ്രാവിഡ ആൻഡ് മൾട്ടി ഗ്രാവിഡ എന്നൊക്കെ പലയിടത്തും കേൾക്കാറുണ്ട്. എന്താ ഗ്രാവിഡ എന്ന് പറഞ്ഞ എന്താ? പ്രഗ്നന്റ് വുമണിനെ വിളിക്കുന്ന പേരെന്താ? പ്രഗ്നന്റ് വുമണിനെ വിളിക്കുന്ന പേരെന്താ? ഗ്രാവിഡ എന്ന് പറയാം, അല്ലെ? എപ്പോഴും ഓർമ്മിക്കുക, പ്രഗ്നന്റ് വുമണിനെ വിളിക്കുന്ന പേരെന്താ? ഗ്രാവിഡ എന്ന് വിളിക്കാം. ഇതേ ഓപ്ഷനില് എന്താ പേര എന്ന് പറഞ്ഞത്? പേര.
എന്താ പേര്? പേര എന്ന് പറയുമ്പോൾ അവിടെ ഒരു വയബിൾ ഇൻഫാന്റ് ഉണ്ടോ? ഉണ്ടല്ലേ. ഇത് പേര എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വയബിൾ ഉണ്ടായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുമെങ്കിൽ ആ കുട്ടിയുടെ വെയിറ്റ് ഈസ് എബോവ് ദ 500 mg ഗ്രാം ആയിരിക്കണം. 500 ഗ്രാമിന് മുകളിലായിരിക്കണം, അല്ലെങ്കിൽ 20 വീക്ക് ഓഫ് ദ ജസ്റ്റേഷൻ ആയിരിക്കണം. പക്ഷെ കുട്ടി ഡെത്ത് ഓർ എലൈവ് ആണോ പ്രശ്നമല്ല. കുട്ടി ഡെത്ത് ആയാലും എലൈവ് ആയാലും കുട്ടിയുടെ പ്രായം എന്താണ്? 20 വീക്ക് ഓഫ് ജസ്റ്റേഷന് മുകളിലും 500 ഗ്രാം മുകളിലായാൽ പേര എന്ന് എപ്പോഴും വിളിക്കാം. ശരിയല്ലേ? പേര. യെസ്. അറിയേണ്ട കാര്യം ഈ പേരയിൽ തന്നെ എന്താ ഇത് പ്രൈമി ഗ്രാവിഡ പറഞ്ഞത്? இந்த പ്രൈമി ഗ്രാവിഡ ആരെയാ നമ്മൾ എപ്പോഴും പ്രൈമി ഗ്രാവിഡ വിളിക്കുന്നത്? പ്രൈമി ഗ്രാവിഡ എന്ന് ആരെയാ വിളിക്കുന്നത്? പ്രൈമി ഗ്രാവിഡ. 2 വാക്ക്. പ്രൈമി ഗ്രാവിഡ. ആ ഫസ്റ്റ് പ്രഗ്നൻസി വിളിക്കുന്ന പേരെന്താ? സിമ്പിൾ ചോദ്യം, സിമ്പിൾ ഉത്തരം. ഫസ്റ്റ് പ്രഗ്നൻസി വിളിക്കുന്ന പേരെന്താ? പ്രൈമി ഗ്രാവിഡ. മറക്കരുത്, എപ്പോഴും ഫസ്റ്റ് പ്രഗ്നൻസി വിളിക്കുന്ന പേരെന്താ? இந்த പ്രൈമി ഗ്രാവിഡ എന്ന് വിളിക്കും. ഇനി ആരാണ്? ഈ ക്വസ്റ്റ്യനിൽ വന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഉത്തരവും അതാണ്. എൽഡർലി പ്രൈമി ഗ്രാവിഡ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഫസ്റ്റ് ടൈം പ്രഗ്നൻസി ഇൻ ദ ഏജ് എബോവ് 30 or 35 years. ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടായിരിക്കും അല്ലേ. ഫസ്റ്റ് പ്രഗ്നൻസി പ്രായം എത്രയ്ക്ക് മേളില? ഫസ്റ്റ് പ്രഗ്നൻസി പ്രായം എത്രയ്ക്ക് മേളില? 30 35 മുകളിലോ ആണെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഈസ് എൽഡർലി പ്രൈമി ഗ്രാവിഡ. അതായിരുന്നു കേരള PSC എക്സാം പ്രീവിയസിൽ ചോദിച്ച ചോദ്യം. ഇത് 30 വയസ്സാണെങ്കിലും 35 വയസ്സിന് മുകളിലാണെങ്കിലും എന്ത് വിളിക്കാം? ഫസ്റ്റ് പ്രഗ്നൻസി എന്ത് വിളിക്കാം? എൽഡർലി പ്രൈമി ഗ്രാവിഡ എന്ന് വിളിക്കാം. ഇനി അറിയേണ്ട കാര്യം, ആരാ ഇത് പ്രൈമി പേര? ഇവിടെ കേട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇത് പ്രൈമി പേര ആലോചിച്ച് നോക്കി. ഇത് പ്രൈമി പേര തിങ്ക് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആലോചിക്കുക, ആരാ ഈ പറഞ്ഞ പ്രൈമി പേര? ഒരു വുമൺ who has delivered his own infant അല്ലേ. ഒരു ഇൻഫാന്റിന് എന്താണ് ഈ പറഞ്ഞ ബർത്ത് കൊടുക്കുക? 500 ഗ്രാം മുകളിലായിരിക്കണം. ആഫ്റ്റർ ദ 20 വീക്ക് ഓഫ് ദ ജസ്റ്റേഷൻ ആയിരിക്കണം. ഇത് ഫസ്റ്റ് ഡെലിവറി ആണെങ്കിൽ പ്രൈമി പേര എന്ന് വിളിക്കാം. ഇനി ആരാ ഇത്? മൾട്ടി പേര? വുമൺ ഹു ഹാസ് ക്യാരിഡ് മോർ ദാൻ വൺ ടൈം അല്ലേ. ഒന്നിൽ കൂടുതലാണ് എന്ന് വിളിക്കാം. ഒന്നിൽ കൂടുതലാണെങ്കിൽ മൾട്ടി പേര. ഇനി ആരെയാ നമ്മൾ ഗ്രാൻഡ് മൾട്ടി പേര എന്ന് വിളിക്കുന്നത്? ആരെയായിരിക്കും ഗ്രാൻഡ് മൾട്ടി പേര? ബർത്ത് എത്രയ്ക്ക് മുകളിലായിരിക്കണം? 7 മുകളിലാണെങ്കിൽ ഗ്രാൻഡ് മൾട്ടി പേര എന്ന് വിളിക്കാം. ഈ പറഞ്ഞ കുട്ടി ബർത്ത് കൊടുക്കുന്നത് 7 കുട്ടികൾക്ക് മുകളിലാണെങ്കിൽ ഗ്രാൻഡ് മൾട്ടി പേര എന്ന് വിളിക്കാം. അവസാനമായിട്ട് ആരാ നല്ലി പേര? നല്ലി പേര ഇതുവരെയായിട്ട് ഒരു വുമൺ എന്താണ് ഒരിക്കലും ഒരു വയബിൾ ഓഫ്സ്പ്രിങ് കൊടുത്തിട്ടില്ലെങ്കിൽ, who has never given or produced a viable offspring is called as നള്ളിപ്പേര എന്ന് വിളിക്കാം. സോ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ഇതായിരുന്നു, who has first pregnancy at the 30 years or above is called as. 30 മുകളിലാണോ ഫസ്റ്റ് പ്രഗ്നൻസി വരികയാണെങ്കിൽ അത് ഏജ്ഡ് മദറാണോ, ഗ്രാവിഡ മദറാണോ, ഓൾഡ് മദറാണോ, എൽഡർലി പ്രൈമി ഗ്രാവിഡാണോ? എൽഡർലി പ്രൈമി ഗ്രാവിഡ. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം പറഞ്ഞു. എന്താ ഈ പറഞ്ഞ എൽഡർലി എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ എൽഡർലി എന്ന് പറഞ്ഞാൽ എന്താ? എൽഡർലി വാക്കിനർത്ഥം എൽഡർലി പ്രൈമി ഗ്രാവിഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രഗ്നൻസി ആണ്. ഈ പ്രായം 30-35 മുകളിലാണെങ്കിൽ എൽഡർലി പ്രൈമി ഗ്രാവിഡ എന്ന് വിളിക്കാം. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം ഞാൻ പറഞ്ഞു. അറിയാമല്ലോ, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ എല്ലാവരും അതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിക്കണം. അല്ലാതെ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിക്കാൻ പാടില്ല കുഞ്ഞുങ്ങളെ. കിട്ടിയോ? എന്താ ഗ്രാവിഡ എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിക്കുക. ഞാനൊരു കാര്യം പറയുമ്പോൾ ആലോചിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് പറയണം ഗ്രാവിഡ എന്ന് പറഞ്ഞാൽ എന്താ. പ്രഗ്നന്റ് വുമൺ വിളിക്കുന്ന പേരെന്താ? ഒരു വുമൺ പ്രഗ്നന്റ് വുമൺ ആണെങ്കിൽ ഗ്രാവിഡ എന്ന് വിളിക്കാം. ഇനി പേര 500 ഗ്രാം മുകളിലോ ഒരു 20 വീക്ക് ജസ്റ്റേഷന് മുകളിലോ എന്താണ് ഈ പറഞ്ഞ വയബിൾ ഇൻഫാന്റ് പ്രൊഡ്യൂസ് എന്ന് വിളിക്കാം.
ഒരിക്കലും ആ കുട്ടി ലൈവ് ആയിരിക്കണം, എലൈവ് ആയിരിക്കണം, ഓർ ദ ഡെത്തും ആയിരിക്കാം, അല്ലെ എലൈവ് ആയിരിക്കാം, ഓർ ദ ഡെത്തും ആയിരിക്കാം. പക്ഷെ 20 വീക്ക് ജസ്റ്റേഷൻ മുകളിലും அந்த വയബിൾ ഓഫ്സ്പ്രിംഗ് ആണ് ഇത് വിളിക്കാം പേര എന്ന് വിളിക്കാം. മറക്കരുത്. ഇനി പ്രൈമി ഗ്രാവിഡ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രഗ്നൻസി. മറക്കരുത്. പ്രൈമി ഗ്രാവിഡയും അത് പ്രൈമി പേര തെറ്റിപ്പോവാറുണ്ട്. പ്രൈമി ഗ്രാവിഡ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രഗ്നൻസി. മറക്കരുത്. സിമ്പിൾ ഉത്തരവല്ലേ. ഫസ്റ്റ് പ്രഗ്നൻസി വിളിക്കാം. ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ പ്രൈമി ഗ്രാവിഡ. അങ്ങനെ ഇവിടുത്തെ ഓപ്ഷനിൽ കണ്ട ഉത്തരമാണ് എൽഡർലി പ്രൈമി ഗ്രാവിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു இந்த പ്രൈമി ഗ്രാവിഡ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രഗ്നൻസി. ഇന്ത്യയുടെ തൊട്ടുപോയി പറഞ്ഞു പ്രൈമി ഗ്രാവിഡ ഫസ്റ്റ് പ്രഗ്നൻസി. അതേ എൽഡർലി എന്ന വാക്ക് കേൾക്കുമ്പോൾ ആലോചിക്കണം 30 35 മുകളിലാണെങ്കിൽ വിളിക്കുന്ന പേര് എൽഡർലി പ്രൈമി ഗ്രാവിഡ. ഇനി എന്താ ഈ പറഞ്ഞ പ്രൈമി പേര എന്താ? പ്രൈമി പേര ഒരു ഇൻഫാന്റ് എബോ 500 gram ആഫ്റ്റർ 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ ആണെങ്കിൽ ഇത് വയബിലിറ്റി ആണോ ഇല്ലേന്നില്ല അല്ലെ? ഉണ്ടോടെ? ഉണ്ട്, മറക്കരുത്. സോ ഇറ്റ്സ് കോൾഡ് ആസ് പ്രൈമി പേര. ഇനി ആണ് ഇത് മൾട്ടിപേര. വുമൻ ഹാസ് കാരിഡ് മോർ ദാൻ വൺ ടൈം മുകളിൽ ഒന്നിൽ കൂടുതൽ ടൈം ആണെങ്കിൽ മൾട്ടിപേര എന്ന് വിളിക്കാം. സോ അത് ഗ്രാൻഡ് മൾട്ടിപേര 7 മുകളിൽ അല്ലെ? ഈ പറഞ്ഞ ബെർത്ത് 7 മുകളിലാണെങ്കിൽ ഗ്രാൻഡ് മൾട്ടിപേര എന്നും അവസാനമായിട്ട് നള്ളി പേര എന്ന് പറഞ്ഞാൽ വുമൻ ഹു ഹാസ് നെവർ ഗിവൻ ഓർ നെവർ പ്രൊഡ്യൂസ് എ വയബിൾ ഓവം. ഒരിക്കലും ഒരു കുട്ടിക്ക് ബെർത്ത് നൽകിയിട്ടില്ലെങ്കിൽ നള്ളി പേര. ചോദ്യം ചോദിക്കും. ഉത്തരം കിട്ടിയോ? ചോദ്യം ചോദിക്കും. കിട്ടിയോടെ? ഇതുപോലെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ ഞാൻ ഇൻ ദ പ്രഗ്നൻസി ഔട്ട്കം എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തൊരു വാക്കുണ്ട്. ഇൻ ദ പ്രഗ്നൻസി ഔട്ട്കമ്മിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തൊരു വാക്കുണ്ട്. GTPA കേട്ടിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ഞാൻ ദ പ്രഗ്നൻസി ഔട്ട്കമ്മിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തൊരു വാക്കുണ്ട്, ഒരു വേർഡ് ഉണ്ട്. GTPAL. എന്താ ഇത്? ജി എന്താ? ജി എന്താ? ഗ്രാവിഡ അല്ലെങ്കിൽ ഗ്രാവിഡിറ്റി അല്ലെ? ജി എന്ന് പറഞ്ഞ ഗ്രാവിഡിറ്റി. ആൻഡ് ടി എന്താ? ടി ടേം പ്രഗ്നൻസി അല്ലെ? ടേം പ്രഗ്നൻസി ടി എന്ന് വിളിക്കാം. ആൻഡ് പി എന്താ? പ്രീ ടൈം ബർത്ത് അല്ലെ? പി എന്ന് പറഞ്ഞാൽ പ്രീ ടൈം ബർത്ത്. ആൻഡ് എ എന്താ? എ അബോർഷൻ. ആൻഡ് എൽ എന്താ? the number of the current the live birth അല്ലെ? മറക്കരുത്. എൽ എന്താ? the number of the current the live birth നെ വിളിക്കുന്ന പേര് എൽ എന്ന് സൂചിപ്പിക്കാം. സോ ദ പ്രഗ്നൻസി ഔട്ട്കമ്മിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത ഒരു ഷോർട്ട് ഫോം ഉണ്ട്, ദ GTPL. അതിൽ ദ ജി എന്താ? ഗ്രാവിഡിറ്റി. ആൻഡ് ദ ടി എന്താ? the time of birth. ആൻഡ് ദ പി എന്താ? the preterm birth. ആൻഡ് എ എന്താ? abortion. ആൻഡ് എൽ എന്താ? the number of the current live birth. ശരിയല്ലേ? യെസ്, ക്ലിയർ ഫോർ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി? ഒരു ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ക്ലിയർ ആവണേ? എഴുതോ? ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതുന്നല്ലേ? എഴുതുന്നല്ലോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച്. A pregnant state of the both present and the past, irrespective of the period of the gestation, is denoted as എന്താ? ഇത് ഗ്രാവിഡ ആണോ? പ്രൈമറി ആണോ? പാരിറ്റി ആണോ? വേറെന്താ? അടുത്ത ഓപ്ഷൻ എന്താ? ഓർ ദ മൾട്ടിപേര ആണോ? എന്തായിരിക്കും? ഇത് പ്രസന്റ് ആൻഡ് ദ പാസ്റ്റിനെ റെപ്രസെന്റ് എന്തായിരിക്കും? ഗ്രാവിഡ, പ്രൈമറി പേര, പാരിറ്റി എന്തായിരിക്കും? ആലോചിച്ച് പറയും. പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു തന്ന കാര്യം. എന്തൊക്കെയായിരിക്കും ഇവിടെ? ഇറ്റ് ഈസ് ഗ്രാവിഡ, പ്രൈമറി ഗ്രാവിഡ, പാരിറ്റി. അവസാന ഓപ്ഷൻ നോക്കി. ദ മൾട്ടിപേര. ഏതായിരിക്കും? ആലോചിച്ച് പറയുക. എ പ്രഗ്നന്റ് സ്റ്റേറ്റ് ബോത്ത് പ്രസന്റ് ആൻഡ് ദ പാസ്റ്റ്. ആ പീരിയഡ് ജസ്റ്റേഷന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന വാക്ക് എന്താ? പ്രൈമറി പേരാണോ? ഗ്രാവിഡ ആണോ? പാരിറ്റി ആണോ? ഓർ ദ മൾട്ടിപേര ആണോ? ഏതായിരിക്കും? ഉത്തരം കിട്ടിക്കാണും. ആരായിരിക്കും ഇവിടെ? ആരായിരിക്കും? ആലോചിച്ച് പറയുക. ആരായിരിക്കും? ഗ്രാവിഡ ആണോ? ഇത് ഗ്രാവിഡ ആണോ? ഉത്തരം ഗ്രാവിഡ ആണോ? ആണല്ലേ? ഇത് ഗ്രാവിഡ ഇത് വിളിക്കുക അല്ലെ?
ഉത്തരം എന്താ? ഇത് ഗ്രാവിഡ എന്ന് വിളിക്കുക. എന്താ ഗ്രാവിഡ എന്ന് പറഞ്ഞ കാര്യമാണ്. പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും ഒരു വുമൺ ഇത് പ്രഗ്നന്റ് ആണെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ദ പ്രഗ്നന്റ് വുമൺ വിളിക്കുന്ന പേരെന്താ? ക്വസ്റ്റ്യൻ ചോദിച്ചത് JPH എക്സാം എന്ന് ചോദിച്ചത്. സാധാരണ ഇതേപോലത്തെ ഓപ്ഷൻ കാണുമ്പോൾ ഓപ്ഷൻ കൺഫ്യൂഷൻ അല്ലല്ലേ? ഇത് ഗ്രാവിഡ് എന്നും പ്രൈമി പേര് എന്നും പാരിറ്റി എന്നും ഓർത്ത് മൾട്ടി പേര് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. തെറ്റിക്കരുത്. ഞാനിപ്പോ എല്ലാം പറഞ്ഞ കാര്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വെച്ച് തന്നെ എല്ലാം പറഞ്ഞ കാര്യമാണ്. ദ പ്രഗ്നന്റ് സ്റ്റേറ്റ് ആണ്. പാസ്റ്റ് ഓർ പ്രസന്റ് ആയാലും ആ ഒരു പീരീഡിനെ വിളിക്കുന്ന പേര്, ആ ഒരു ജസ്റ്റേഷൻ പീരീഡ് വിളിക്കുന്ന പേരെന്താ? ഗ്രാവിഡ. ഒരു പ്രഗ്നന്റ് വുമനെ വിളിക്കുന്ന പേരെന്താ? ദ ഗ്രാവിഡ എന്ന് വിളിക്കാം. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യനും എല്ലാവർക്കും ക്ലിയർ ആയി. ക്ലിയർ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ എപ്പോഴും മിസ്റ്റേക്ക് വരുന്നത് അല്ലേ? തെറ്റാൻ പാടില്ല. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, that the just denotes a state of previous pregnancy that's beyond a period of viability. എന്തായിരിക്കും? എന്താ? ഗ്രാവിഡ ആണോ, ദ ഗ്രാൻഡ് മൾട്ടി പേരാണോ, ഓർ ദ പാരിറ്റി ആണോ, ഓർ ദ നള്ളി പേരാണോ? ആൻസർ പറയാം. ഇതും JPH ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതും JPH ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആർക്ക് പറയാം? ഇത് ഗ്രാവിഡ ആണോ, ഓർ ദ ഗ്രാൻഡ് മൾട്ടി പേരാണോ, ഓർ ദ പാരിറ്റി ആണോ, ഓർ ദ മൾട്ടി പേരാണോ? എന്തായിരിക്കും? ദ പ്രീവിയസ് പ്രഗ്നൻസി. ഏതായിരിക്കും ഇവിടെ? ആലോചിച്ച് പറയുക. എല്ലാരും പറയട്ടെ. ഇത് ഈ പറഞ്ഞ இந்த ഗ്രാവിഡ വാക്കിനർത്ഥം എന്താ? എന്താണ് ഈ പറഞ്ഞ ഗ്രാവിഡ എന്ന വാക്കിനർത്ഥം? ഗ്രാവിഡ ആലോചിച്ച് ഗ്രാവിഡ എന്ന് പറഞ്ഞത്. ഗ്രാവിഡ ആലോചിച്ച് പറയുക. ഇത് ഗ്രാവിഡ അല്ലെങ്കിൽ இந்த ഗ്രാവിഡിറ്റി എന്ന് പറയുന്നത്, ഗ്രാവിറ്റി ഇത് നമ്പർ ഓഫ് പ്രഗ്നൻസി അല്ലേ? നമ്പർ ഓഫ് പ്രഗ്നൻസി വിളിക്കുന്ന പേരെന്താ? മറക്കരുത്. ഇത് ഗ്രാവിഡിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രഗ്നൻസി. മറക്കരുത്, ഇത് ഗ്രാവിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രഗ്നൻസി. അത് ഗ്രാവിഡ എന്ന് പറയുന്നത് എന്താ? ഇത് പ്രഗ്നന്റ് വുമൺ അല്ലേ? പ്രഗ്നന്റ് വുമൺ ആണ്. സോ ഇവിടത്തെ കാര്യം ആൻസർ എന്തായിരിക്കും? ദ പ്രീവിയസ് ആയാലും ഓർ സ്റ്റേറ്റ് ഓഫ് ദ പ്രസന്റ് ആയാലും എന്തായിരിക്കും? ദ ഗ്രാവിഡ. ഉത്തരം ഗ്രാവിഡയാണ് ഉത്തരം വരുന്നത്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഇന്ത നള്ളി ഗ്രാവിഡ എന്ന് പറഞ്ഞ എന്താ? ഇന്ത നള്ളി ഗ്രാവിഡ എന്ന് പറഞ്ഞ എന്താ? ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ ആരെ വിളിക്കാം? ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ലെങ്കിൽ എന്ത് വിളിക്കാം? In the nulli gravida, a woman who has never given pregnant അല്ലേ, or never has been pregnant, ഒരു pregnant ആയിട്ടില്ലെങ്കിൽ വിളിക്കുന്ന പേരെന്താ? നള്ളി ഗ്രാവിഡ. ഇനി ആരാ പ്രൈമി ഗ്രാവിഡ? ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആയാൽ വിളിക്കുന്ന പേരെന്താ? പ്രൈമി ഗ്രാവിഡ. ക്ലിയർ ആയ? ഫസ്റ്റ് ടൈം ആണ് പ്രഗ്നന്റ് ആവണമെങ്കിൽ ഇത് വിളിക്കാം പ്രൈമി ഗ്രാവിഡ. അറ്റ്ലീസ്റ്റ് ഒരു 2 times ആയത് വിളിക്കാം ഒരു വുമൺ. അറ്റ്ലീസ്റ്റ് ഒരു 2 times ഇത് വിളിക്കാം മൾട്ടി ഗ്രാവിഡ എന്ന് വിളിക്കാം. ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. പാരിറ്റി എന്ന് പറഞ്ഞാൽ പാരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ എന്നൊരു വാക്കാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമ്പർ ഓഫ് ഫീറ്റസ് ആണോ, ദ നമ്പർ ഓഫ് ഫീറ്റസ് ആണോ, ഓർ ദ നമ്പർ ഓഫ് ദ ബർത്ത് ആണോ? എപ്പോഴും മിസ്റ്റേക്ക് വരുന്ന കാര്യമാണ്. പാരിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫീറ്റസ് ആണോ, ഓർ ദ നമ്പർ ഓഫ് ബർത്ത് ആണോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ട്വിൻസ് ആണോ, ഓർ ദ ബർത്ത് ആണോ? ആർക്ക് പറയാം? ഒരിക്കലും ഇത് നമ്പർ ഓഫ് ഫീറ്റസ് അല്ല അല്ലേ? പാരിറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് നമ്പർ ഓഫ് ഫീറ്റസ് അല്ല. എന്തായിരിക്കും? ഇത് നമ്പർ ഓഫ് ദ ബർത്ത് ആണല്ലേ? മറക്കരുത്, പാരിറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെ വരുന്ന കുട്ടികളുടെ എണ്ണമല്ല. പക്ഷെ എന്താ ഉത്തരം വരുന്നത്? ദ നമ്പർ ഓഫ് ദ ബർത്ത് ആണ്. മറക്കരുത്. ഫോർ എക്സാമ്പിൾ ഇത് ട്വിൻസ് വന്നാലും എന്തായിരിക്കും? ഒരിക്കലും ദ നമ്പർ ഓഫ് ഫീറ്റസ് അല്ല നോക്കുന്നത്, നമ്പർ ഓഫ് ദ ബർത്ത് ആണ് എപ്പോഴും പാരിറ്റി എന്ന് നോക്കുന്നത് അല്ലേ? അപ്പൊ ചോദിക്കട്ടെ, ഒരു വുമൺ ഒരു ഫസ്റ്റ് ടൈം ഒരു കുട്ടി ബർത്ത് നൽകി എന്ത് വിളിക്കാം? ഒരു വുമൺ ഒരു ഫസ്റ്റ് ടൈം ഒരു കുട്ടി ബർത്ത് നൽകി എന്ത് വിളിക്കാം? ഇത് പ്രൈമി പേര.
primary para. പിന്നെ അടുത്ത ചോദ്യം, ഒരു വുമൺ അറ്റ്ലീസ്റ്റ് 2 or more എന്തായിരിക്കും, 2 or more പ്രകടനം വിളിക്കാം മൾട്ടി പാര. മൾട്ടി പാര മറക്കരുത്. ചോദ്യം ചോദിച്ച് എഴുതുമല്ലോടെ, എഴുതും എല്ലാം എഴുതും. സിമ്പിൾ അല്ലേ പഠിക്കാൻ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് ഇത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഇല്ലേ, രണ്ട് ക്വസ്റ്റ്യനും ഇത് കാര്യം മനസ്സിലാക്കി എഴുതാൻ പറ്റത്തുള്ളൂ. രണ്ട് ചോദ്യവും എന്താണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ എഴുതാൻ. കാരണം എക്സാം കാണുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. എക്സാം കാണുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ ഒരുപോലെ തോന്നും. പക്ഷെ ഇങ്ങനെ പഠിക്കും, ഞാൻ പറഞ്ഞ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും എഴുതാൻ സാധിക്കും. സോ ഇറ്റ്സ് എ ക്ലിയർ. എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? യെസ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം.